പ്രിയയുടെ 20ാമത്തെ ജന്മദിനമാണ്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അവൾ അമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് പോകാനിറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് പ്രിയയ്ക്ക് എപ്പോഴും മടിയുള്ള കാര്യമാണ്. എന്നാൽ പിറന്നാൾ ദിവസം മുടിയിൽ താളിയിട്ട് കുളിച്ച് തുളസിക്കതിർ ചൂടി അമ്പലത്തിൽ പോകാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിറന്നാളിന് അമ്മ സമ്മാനിച്ച വെള്ളയും മറൂൺ നിറവും കലർന്ന ധാവണി ഉടുത്ത് കൺമഷി എഴുതി പൊട്ടുതൊട്ട് കരിവളകളും പാദസുരവും അണിഞ്ഞ് അതിസുന്ദരിയായി പ്രിയ അമ്പലത്തിലെത്തി. തന്റെ ഇഷ്ടദേവിക്ക് മുൻപിൽ അവൾ തൊഴുതു. അമ്മ ചന്ദനമെടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, സർവ്വ ഐശ്വര്യവും സന്തോഷവും എന്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. അവർ തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛൻ വീടെല്ലാം അലങ്കരിച്ചിരുന്നു. അവർ വന്നതും അച്ഛൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. പ്രിയ കേക്ക് മുറിച്ച് ആദ്യം ഒരു കഷ്ണമെടുത്ത് അച്ഛന് കൊടുത്തു. അച്ഛൻ അതിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ 1000 പിറന്നാളുകൾ എന്റെ മോൾക്ക് ദൈവം നൽകട്ടെ. എന്നിട്ട് അച്ഛൻ പോക്കറ്റിൽ നിന്നും ഒരു മോതിരം എടുത്ത് അവളുടെ വിരലിൽ അണിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ മോൾക്ക് അച്ഛന്റെ വക പിറന്നാൾ സമ്മാനം. താങ്ക് യു അച്ഛാ. പ്രിയ സന്തോഷം കൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വേഗം അടുക്കളയിൽ കയറട്ടെ. സദ്യയ്ക്ക് പുറമെ 2 വക പായസം കൂടി വേണമെന്ന ഇവളുടെ ഓർഡർ. പിറന്നാൾ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവളെന്നെ സഹായിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. ഞാൻ പോയി എൻ്റെ ഫോണിൽ നോക്കട്ടെ, കുറേ വിഷസ് വന്നിട്ടുണ്ടാവും, അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രിയ റൂമിലേക്ക് പോയി. പ്രിയ റൂമിലെത്തി ഫോൺ എടുത്ത് നോക്കി. ഒരു മിസ്ഡ് കോൾ വന്നിരിക്കുന്നു. അറിയാത്തൊരു നമ്പറാണ് വിളിച്ചിരിക്കുന്നത്. ആരാണെന്നറിയാൻ അവൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ. മറുതലയ്ക്കിൽ നിന്നും ഒരു പുരുഷന്റെ ശബ്ദം. ഹലോ, ആരാണ്? നിങ്ങൾ കുറച്ചു മുന്നേ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചിരുന്നല്ലോ. പ്രിയ ചോദിച്ചു. സജിതയുടെ നമ്പറാണോ ഇത്? അയാൾ ചോദിച്ചു. അല്ലാട്ടോ, റോങ് നമ്പർ എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങിയതും, നിക്കൂ, നിങ്ങളുടെ വീട് മാണിക്കശ്ശേരി തറവാട്ടിന് അടുത്താണോ? അയാൾ ചോദിച്ചു. അതെ, അതെങ്ങനെ മനസ്സിലായി? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ട്രൂ കോളറിൽ നിങ്ങളുടെ സ്ഥലപ്പേര് കണ്ടിരുന്നു, കയ്പമംഗലം എന്ന്. അവിടെയല്ലേ തറവാടുള്ളത്? ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. ഒരു പുതിയ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ ഒരു തറവാട് വേണം. ഹൊറർ പടമാണ്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെ മാണിക്കശ്ശേരി തറവാട്ടിനെ കുറിച്ച് പറഞ്ഞത്. അവനാണ് ഈ നമ്പർ തന്നതും. സജിത എന്നൊരാളുടെ നമ്പറാണെന്നാണ് പറഞ്ഞത്. അവരോട് ചോദിച്ചാൽ ബാക്കി വിവരങ്ങൾ തരുമെന്നും പറഞ്ഞു. പക്ഷേ അവൻ തന്ന നമ്പർ മാറിപ്പോയെന്നാണ് തോന്നുന്നത്. മാണിക്കശ്ശേരി തറവാട് എൻ്റെ വീടിനടുത്താ. അവിടെ ഇപ്പോൾ ആൾത്താമസം ഒന്നുമില്ല. അതിൻ്റെ ഓണർ ബാലചന്ദ്രൻ എന്നൊരാളാ. അയാളൊക്കെ മരിച്ചു. അയാളുടെ മക്കളൊക്കെ വിദേശത്താ. ആ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ ഒരാളെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. സജിത എന്ന പേര്. ചിലപ്പോൾ അവരുടെ നമ്പറായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. തനിക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? അവിടെ ഒരു ദിവസം ഷൂട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിനു വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ? അയ്യോ, ഞാനെങ്ങനെയാ? ആൾത്താമസം ഇല്ലെങ്കിലും ആ വീടിന്റെ ഓണേഴ്സിനോട് അനുവാദം ചോദിക്കാതെ എങ്ങനെയാ? അവൾ മടിച്ചുകൊണ്ട് ചോദിച്ചു. അല്പനേരം എന്തോ ചിന്തിച്ചതിനു ശേഷം പ്രിയ തുടർന്നു. ആ വീടിന്റെ ഓണർ ബാലചന്ദ്രൻ അങ്കിളിന് ഒരു മകളുണ്ട്, മീര. അവർ നെതർലാൻഡ്സിൽ സെറ്റിൽഡ് ആണ്. മീര ചേച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അച്ഛനോട് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറയാം. ഓ, വളരെ ഉപകാരം. വിവരം അറിഞ്ഞിട്ട് വിളിക്കണേ. തൻ്റെ പേരെന്താ? പ്രിയ. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് വിപിൻ. ഓക്കെ, ഞാൻ വിവരം കിട്ടിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് പ്രിയ കോൾ കട്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയ വിപിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഹലോ, ഞാൻ പ്രിയയാണ്. അച്ഛൻ മീര ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർക്ക് നിങ്ങളുടെ നമ്പർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കും ട്ടോ. കുറച്ചു കഴിഞ്ഞ് പ്രിയ ഫോൺ നോക്കിയപ്പോൾ വിപിൻ റിപ്ലൈ കൊടുത്തിരിക്കുന്നു. ഹായ് പ്രിയ, അവർ വിളിച്ചിരുന്നു. അവർ നല്ല സപ്പോർട്ടീവാണ്. അടുത്ത മാസം 2-ാം തീയതി ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രിയ. വെൽക്കം. പ്രിയ റിപ്ലൈ അയച്ചു. പിറ്റേന്ന് പ്രിയ കോളേജ് ക്യാൻറ്റീനിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിപിൻ അവളെ കോൾ ചെയ്തത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ പ്രിയ, നെക്സ്റ്റ് മന്ത് 2nd ഷൂട്ട്. സാറ്റർഡേ ആണ്. പ്രിയയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടെ വന്ന് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? അയ്യോ, ഞാനെന്ത് ചെയ്യാനാ? എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ഒന്നും അറിയണമെന്നില്ല. ഞങ്ങൾക്കവിടെ ആരെയും പരിചയമില്ല. ആകെ അറിയുന്നത് തന്നെ മാത്രം. വെറുതെ ഒന്ന് വന്ന് നിന്നാൽ മാത്രം മതി. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ കാണാലോ. ആ, നോക്കട്ടെ, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. ആ, എന്നാ ശരി, ബൈ. ബൈ. വൈകിട്ട് വീട്ടിലെത്തിയതും അവൾ അച്ഛനോട് കാര്യം പറഞ്ഞു. പോയിക്കോ, പക്ഷെ ഒറ്റയ്ക്ക് പോകണ്ട. സജ്ജ ചേച്ചിയും കൂട്ടി പോയാൽ മതി, അച്ഛൻ പറഞ്ഞു. ശരി അച്ഛാ. പ്രിയ മുറിയിൽ ചെന്ന് ബിബിന് മെസ്സേജ് അയച്ചു. അച്ഛൻ സമ്മതിച്ചു. ഷൂട്ട് എപ്പോഴാണെന്നാ പറഞ്ഞത്? ഓ ഗ്രേറ്റ്, നെക്സ്റ്റ് മന്ത് 2nd ഷൂട്ട്.
രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എവിടെ എത്തും. ഓക്കെ. ഡി പിയിലുള്ളതാരാ, അമ്മയാണോ? വിപിൻ്റെ വാട്സപ്പ് DP നോക്കി പ്രിയ ചോദിച്ചു. അതെ, അമ്മയാണ്. 6 മാസമേ ആയിട്ടുള്ളൂ അമ്മ മരിച്ചിട്ട്. പ്രിയ എന്ത് ചെയ്യുകയാ, പഠിക്കുകയാണോ? ആ, ഡിഗ്രി ഫൈനൽ ഇയർ. ഓ, ഏതാ കോഴ്സ്? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് നന്നായി. അപ്പം എൻ്റെ സ്ക്രിപ്റ്റ്സിൽ എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ തന്നോട് ചോദിക്കാല്ലേ. ഇയാൾ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമോ? പിന്നെന്താ, സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്റ്റ് ചെയ്യും, വേണ്ടി വന്ന് അഭിനയിക്കുകയും ചെയ്യും. ഒരു സകലകല വല്ലഭനാണല്ലോ. അപ്പം ഇത് തന്നെയാണല്ലേ പണി? അല്ല, ആക്ച്വലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്ഷനും എല്ലാം എൻ്റെ ഒരു പാഷനാണ്. സിനിമയിൽ അറിയപ്പെടുന്ന ഡയറക്ടർ ആവാനാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ ആദ്യ പടിയായാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണല്ലേ. എവിടെയാ വീട്? നന്ദിയോടാണ് വീട്. തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ. അവിടെയോ? എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു. സഹോദരങ്ങൾ ആരും ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മനെ വളർത്തിയത്. എന്നെ സിനിമയിലെ തിരക്കുള്ള ഡയറക്ടറായി കാണാൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് കാണുന്നതിന് മുമ്പ് തന്നെ അമ്മ പോയി. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. എന്തു മറുപടി പറയണമെന്നറിയാതെ പ്രിയ വിഷമിച്ചു. താൻ ഒറ്റ മോളാണല്ലേ? വിപിൻ ചോദിച്ചു. അതെ, എന്തേ? ഒന്നുമില്ല. അങ്ങനെ ദിവസവും ഫോൺ വിളിയിലൂടെയും ചാറ്റിങ്ങിലൂടെയും അവർ സംവദിച്ചു കൊണ്ടിരുന്നു. പതിയെ അവർ പരസ്പരം പ്രണയിച്ചു തുടങ്ങി. ഒരു ദിവസം വിപിൻ പ്രിയയെ വിളിച്ചു. ഹലോ വിപിൻ, ഇന്നെന്താ നേരത്തെയാണല്ലോ? സാധാരണ വൈകുന്നേരമല്ലേ വിളിക്കാറ്? ഇപ്പൊ ഉച്ചയായിട്ടല്ലേ ഉള്ളൂ. കഴിച്ചോ നീ? കഴിച്ചല്ലോ, നല്ലൊരു ചിക്കൻ ബിരിയാണി, കോളേജ് ക്യാൻറ്റീനിൽ ഇന്നത്തെ സ്പെഷ്യൽ. വിപിൻ കഴിച്ചില്ലേ? ഇല്ല, വിശപ്പില്ല. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതോർത്ത് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും കഴിക്കാൻ തോന്നുന്നില്ല. അത് വേഗം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ തീരില്ലേ? എന്നിട്ട് പോയി എന്തെങ്കിലും കഴിക്കേ. കുറെ നാളായി അത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാഗ് അടിപ്പിക്കാതെ കാര്യം പറയുന്നേ. എനിക്ക് പ്രിയ ഇഷ്ടമാണ്. താൻ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. എടോ വിപിനെ, ചിക്കൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞ് ഡയറി മിൽക്ക് കഴിച്ചൊരു ഫീലാണ് എനിക്കിപ്പോൾ. എന്ന് വെച്ചാ എനിക്കും തന്നെ ഇഷ്ടമുണ്ടോ മാഷേ? എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടെന്ന് അറിയുന്നില്ല. ഒന്നും പറയണ്ട, ഇനി പോയി എന്തെങ്കിലും കഴിക്കേ. എന്നാ പിന്നെ ഞാൻ പോയി ഒരു മന്തി തന്നെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് വിപിൻ കോൾ കട്ട് ചെയ്തു. വീട്ടിലെത്തിയതും പ്രിയ കലണ്ടർ നോക്കി. അടുത്ത മാസം 2-ാം തീയതി ആവാൻ ഇനി വെറും ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. പരസ്പരം നേരിൽ കാണാനാവുന്നതിന്റെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഷൂട്ടിങ്ങിന് ദിവസം വന്നെത്തി. വിപിനെ ആദ്യമായി നേരിൽ കാണുന്നതിന്റെ സന്തോഷത്തിൽ പ്രിയ അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി. കണ്ണെഴുതി പൊട്ടു തൊട്ടു. തന്റെ പ്രിയപ്പെട്ട കുപ്പിവളകളും പാദസ്വരവും അണിഞ്ഞു. വീട്ടിൽ നിന്നും പാടം കടന്ന് വേണം മാണിക്കശ്ശേരി തറവാട്ടിലെത്താൻ. പാടവരമ്പത്ത് കൂടി നടക്കുമ്പോൾ പ്രിയ വിപിന് മെസ്സേജ് അയച്ചു. നിങ്ങൾ എത്താറായോ? ഞാൻ എവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അച്ഛൻ സജി ചേച്ചിയെ കൂട്ടി പോകാനാ പറഞ്ഞത്. പക്ഷേ സജി ചേച്ചിയെ കൂട്ടി വന്നാൽ നമ്മൾക്ക് എങ്ങനെ സ്വസ്ഥമായി സംസാരിച്ചിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാ വരുന്നത്. മാണിക്കശ്ശേരി തറവാടിന്റെ പിന്നിലുള്ള പറമ്പിലൂടെയാണ് പ്രിയ തറവാടിന്റെ മുൻപിലെത്തിയത്. മുൻവശത്ത് ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് പ്രിയ കണ്ടു. വിപിൻ വന്ന കാറായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അവൾ സന്തോഷം കൊണ്ട് വീട്ടിൽ കയറാൻ ഒരുങ്ങിയതും അകത്തു നിന്നും അവർ സംസാരിക്കുന്നത് അവൾ കേട്ടു. എന്തോ പന്തികേട് തോന്നിയ അവൾ അല്പം മാറി നിന്ന് അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. അളിയ, ആ പെണ്ണ് എത്താറായി. ഇതാ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്തൊരു ഇര കൂടി നമ്മുടെ വലയിൽ വീണു അല്ലേ എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു. പ്രിയയുടെ നെഞ്ചു നീറി. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് പുറത്തെ ഗേറ്റ് കടന്ന് ഒരാൾ വരുന്നത് പ്രിയ കണ്ടു. അയാൾ അവളെ കണ്ടതും മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. പ്രിയ അയാളെ സൂക്ഷിച്ചു നോക്കി. വിപിൻ. വിപിൻ, നീയോ? അപ്പോ അകത്തുള്ളത് ആരൊക്കെയാ? പ്രിയ ചോദിച്ചു. അതൊക്കെ പറയാം, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. വാ, വേഗം നമ്മൾക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. ഉടനെ തന്നെ അവർ പ്രിയയുടെ വീട്ടിലെത്തി. പ്രിയയുടെ അച്ഛനും അമ്മയും അവരെ കണ്ട് പകച്ചു നിന്നു. വിപിൻ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആരാണവർ? പ്രിയ വിപിനോട് ചോദിച്ചു. പ്രിയ തന്റെ ഫോണിലേക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും അറിയാത്ത നമ്പർ ഒന്ന് കോൾ അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും വന്നിരുന്നോ? വിപിൻ ചോദിച്ചു. എനിക്ക് നിന്റെ നമ്പർ അല്ലാതെ മറ്റേത് അറിയാത്ത നമ്പറൊന്നും ഒന്നും വന്നിട്ടില്ല. ശരി, നീ ഏതെങ്കിലും പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും OTP ചോദിച്ച് വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കാര്യം? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിപിൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് എന്തോ നോക്കിക്കൊണ്ടിരുന്നു. പ്രിയ അല്പനേരം എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു. വിപിൻ,
കഴിഞ്ഞ ജൂൺ 23 ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ചുരിദാർ ഓർഡർ ചെയ്തിരുന്നു. അന്ന് വൈകിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു കോൾ വന്നിരുന്നു. ഓർഡർ കൺഫേം ചെയ്യാൻ ഒരു OTP അയച്ചിട്ടുണ്ടെന്നും അത് പറഞ്ഞു തരാനും പറഞ്ഞു. ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതെന്നാണെന്നാ പറഞ്ഞ് ആ ഡേറ്റ്? ജൂൺ 23. വിപിൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് കോൾ കട്ട് ചെയ്ത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, പ്രിയ, തൻ്റെ ഫോൺ ഹാക്ക്ഡ് ആണ്. അന്ന് ജൂൺ 23 വിളിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, അതൊരു ഫ്രോഡ് നമ്പറാണ്. താൻ OTP പറഞ്ഞു കൊടുത്തതും അതുവഴി അവർ നിന്റെ ഫോൺ ഹാക്ക് ചെയ്യുമായിരുന്നു. ഫോണിലെ കോണ്ടാക്ട്സ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി നിന്റെ ഫോണിലുള്ളതെല്ലാം ഇപ്പോൾ അവരുടെ കൺട്രോളിലാണ്. അങ്ങനെ നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് തുടങ്ങി എല്ലാം അവർ ട്രാക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് നീ മാണിക്കശ്ശേരി തറവാട്ടിലേക്ക് പോകുന്ന വിവരവും അവർക്കറിയാം. അതുപോലെ ഒരാളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് നിന്നെ അവരുടെ വരിയിൽ വീട്ടുന്ന എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കി. അവരുടെ നീക്കങ്ങളൊന്നും അറിയാതെ ഞാനും അതിനൊരു നിമിത്തമാവുകയായിരുന്നു. ഇതെല്ലാം കേട്ട് പ്രിയയും അച്ഛനും അമ്മയും തരിച്ചു നിന്നു. ഇതെല്ലാം മോൻ എങ്ങനെ അറിഞ്ഞത്? പ്രിയയുടെ അച്ഛൻ ബിബിനോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പ്രിയ എനിക്കൊരു മെസ്സേജ് അയച്ച് അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഞാൻ പ്രിയയോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് അവൾ പറഞ്ഞത്. എനിക്കപ്പോൾ എന്തോ പന്തികേട് തോന്നി. ഞാൻ വേഗം സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പ്രിയയുടെ കോൾ ലിസ്റ്റും ബാക്കിയെല്ലാം പരിശോധിച്ചു. അപ്പോഴാണ് ഹാക്കഡ് ആണെന്ന് മനസ്സിലായത്. പ്രിയയുടെ അക്കൗണ്ടിൽ നിന്ന് പണമൊന്നും നഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് പ്രിയ തന്നെയാണ് അവരുടെ ടാർഗറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞങ്ങൾ മാണിക്കശ്ശേരി തറവാട്ടിൽ ഷൂട്ടിംഗ് തീരുമാനിച്ചിരുന്നാൽ അവർ ഇവളെ ഇന്നു തന്നെ വീഴ്ത്താനാവും പ്ലാൻ ഇട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. വിപിൻ കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലേ വിപിൻ? പ്രിയ ചോദിച്ചു. വിപിൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. മോൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോള്. അമ്മ കരഞ്ഞുകൊണ്ട് പ്രിയയെ കെട്ടിപ്പിടിച്ചു. അമ്മ കരയല്ലേ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പ്രിയ അമ്മയെ ആശ്വസിപ്പിച്ചു. വിപിൻ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പ്രിയ ചോദിച്ചു. പോലീസിന് പരാതി കൊടുക്കണം. അവരെ ഒന്നും വെറുതെ വിടരുത്. നിന്റെ സിമ്മും അക്കൗണ്ടും എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതോർത്ത് നീ പേടിക്കണ്ട. പക്ഷെ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ ഫോൺ ചെറുതാണെങ്കിലും വളരെ അപകടകരമായ ഒന്നാണ്. മൊബൈൽ ഫോണുള്ള ആരും ഇത്തരം അപകടങ്ങൾ ചെന്നപ്പെടാം. അതിനാൽ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുമ്പോഴും വളരെയേറെ സൂക്ഷിക്കണം. മോളെ, നമ്മൾക്ക് പോയി പോലീസിൽ പരാതി കൊടുക്കണം. ഇനി മറ്റൊരാളും അവരുടെ വലയിൽപ്പെടരുത്, അച്ഛൻ പ്രിയയോട് പറഞ്ഞു. അമ്മ ഷെൽഫിൽ നിന്നും കാറിന്റെ ചാവിയെടുത്ത് അച്ഛന് കൊടുത്തു. പ്രിയയും വിപിനും അച്ഛനും കൂടി വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങി. അവസാനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.